സോ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കേരള PSCയുടെ 2 ഘട്ടമായിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. അതിൽ ആദ്യ ഘട്ടം ജൂലൈ 18-ാം തീയതിയാണ് നടക്കുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ CPO അതുപോലെ തന്നെ WCPO പോലുള്ള പോസ്റ്റുകളും അതുപോലെ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ ആവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസും സ്റ്റഡി സെക്ഷനൊക്കെ സംഘടിപ്പിച്ച സമയത്ത് ഒരുപാട് കുട്ടികൾ ഇതിനും ആവശ്യമായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള LGSന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചേർന്ന് പഠിക്കാവുന്നതാണ്. അടുത്ത ഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യ ഘട്ടം നടക്കാനായിട്ട് പോകുന്നത് 18 ജൂലൈ 2026 ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ PSC 2026 നടത്താൻ പോകുന്ന എക്സാമിനേഷൻ. കേരള PSC LGS ഉൾപ്പെടെയുള്ള 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ക്ലാസ്സുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. കേരള PSCയുടെ LGS ഉൾപ്പെടെയുള്ള 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 days PDF സ്റ്റഡി സെക്ഷൻ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ തവണയും നമ്മൾ നൽകുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫ് ട്രാക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ഓരോരോ ദിവസവും ലഭിക്കും. അതായത് ഒരു ദിവസം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ് കണ്ട സമയത്ത് ഒരുപാട് പേര് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നിട്ടുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളും ഷെയർ ചെയ്യുമല്ലോ. അത് ഷെയർ ചെയ്ത സമയത്ത് മറ്റുള്ള അക്കാഡമിയും ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ പഠിപ്പിച്ച സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായിരിക്കും, അവർ പഠിപ്പിച്ച് വന്നിട്ടുണ്ടാകും, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആകെ എടുക്കുന്നത് 10 ദിവസമാണ്. 10 ദിവസത്തിൽ 10 വീഡിയോ സെക്ഷനും അതുപോലെ തന്നെ 10 നോട്ട്സും നൽകിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ 6 മാസം 1 വർഷമൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ആകെ 10 ദിവസത്തോട് സ്റ്റഡി സെക്ഷൻ മാത്രമേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രമല്ല, എല്ലാവിധ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പഠിച്ച കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പിലും ആ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്തിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എക്സാം എഴുതാൻ പോകുന്നത് കുട്ടികൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തായാലും ഇത് എഴുതാൻ പറ്റത്തില്ല, കാരണം 18-ാം തീയതി എനിക്ക് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. എങ്കിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 10 ദിവസത്തെ സ്റ്റഡി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ PDF മെറ്റീരിയൽ ഓരോ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുക്കുന്നു, അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് തരുന്നു. അതുപോലെ മാരത്തോൺ ക്ലാസ് ടോപ്പിക്ക് ഇത് തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ പരീക്ഷ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വിജയിച്ച ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ മാഷുമാർ, നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന സാറുമാർ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. പിന്നെ നല്ല അനുഭവ സമ്പത്ത്, PSC പരീക്ഷയാണെങ്കിലും SSC പരീക്ഷയാണെങ്കിലും ഇതിനോടൊക്കെ നല്ല ആത്മബന്ധമുള്ളവർ, അതായത് എഴുതുന്നവർ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവരാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അതും എഴുതി വിജയിച്ചവരാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അല്ലാതെ ഒരു ടച്ചും ഇല്ലാത്ത ആൾക്കാരല്ല നിങ്ങളിവിടെ കോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമാകാം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ പറഞ്ഞതിലോ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടീമിനെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം. ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എന്തിനൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് നോക്കുകയാണെങ്കിൽ ഏതിനൊക്കെ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ 423/2025 ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, അതിന് പഠിക്കാം. പിന്നെ 618/2026 ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റോർമാൻ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനും അതൊക്കെ പ്രിലിമിനറി ആണ്, കോമൺ പ്രിലിമിനറി ആണ്. അപ്പോൾ ഒറ്റ സിലബസ് ആണ്, ഇതിനൊക്കെ കൂടി പഠിക്കാവുന്നതാണ്. പിന്നെ 619/2025 620/2025 സോ ഈ ഒരു പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ചാനൽ ഉണ്ടല്ലോ, അത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും.